ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, 5ാം ക്ലാസ്സിലെ ഫിഖ്ഹിൽ നിന്ന് പാദവാർഷിക പരീക്ഷയ്ക്ക് എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ പാഠത്തിൻ്റെ പേര് അൽ അഹ്കാമുദ്ദീനിയ. സമ്പൂർണ്ണവും പരിശുദ്ധവുമായ ഇസ്ലാമിക ശരീഅത്തിൻ്റെ വിധികൾക്കാണ് അൽ അഹ്കാമുദ്ദീനിയ എന്ന് പറയുന്നത്. ഇതെല്ലാവരും പ്രത്യേകം നോട്ട് ചെയ്യണം. ചോദ്യം എന്തായിരിക്കും? അൽ അഹ്കാമുദ്ദീനിയ എന്ന് പറയുന്നു എന്തിന്? അപ്പോൾ അതിന് ഉത്തരം സമ്പൂർണ്ണവും പരിശുദ്ധവുമായ ഇസ്ലാമിക ശരീഅത്തിൻ്റെ വിധികൾക്കാണ് അൽ അഹ്കാമുദ്ദീനിയ എന്ന് പറയുന്നത്. മറ്റൊരു ചോദ്യം, അഹ്കാമുദ്ദീനിയ എത്ര എന്നുണ്ടോ? അപ്പോൾ ഉത്തരം എന്ത് ചെയ്യണം? 5 എന്നാണ്. ഇനി ഏതൊക്കെ എന്ന് ചോദിച്ചാൽ എന്തിനാണ് ഈ 5 നമ്മൾ പറയണം. വാജിബ്, ഹറാമ്, സുന്നത്ത്, കറാഹത്ത്, ഹലാൽ എന്ന് ഈ 5 പഠിക്കുക. ഇനി ഓരോന്നിനും നിർവചനം ചിലപ്പോൾ ചോദിക്കും. ഏതെങ്കിലും ഈ 5 നിന്ന് ചുരുങ്ങിയത് ഫർള്. വാജിബിൻ്റെ മറ്റൊരു പേരെന്ത്? വാജിബിൻ്റെ മറ്റൊരു പേരാണ് ഫർള്. എന്നാൽ വാജിബ് എന്നാൽ എന്തെന്ന് ചോദിച്ചാൽ ചെയ്താൽ കൂലിയുള്ളതും ഉപേക്ഷിച്ചാൽ ശിക്ഷയുള്ളത്, അല്ലെങ്കിൽ ചെയ്താൽ കൂലിയുള്ളതും ഉപേക്ഷിച്ചാൽ ശിക്ഷയുള്ളതും, അതിൻ്റെ പേരെന്ത്? അങ്ങനെയും ചോദിക്കാം. ഇനി ഫർള് അല്ലെങ്കിൽ വാജിബ് 2 വിധമുണ്ട്. അല്ലെങ്കിൽ ചോദ്യം എന്തായിരിക്കും? വാജിബ് എത്ര വിധമുണ്ട്, അല്ലെങ്കിൽ ഫർള് എത്ര വിധമുണ്ട് ചോദിച്ചാൽ ഫർള് 2 വിധമുണ്ട് എന്നായിരിക്കും. അപ്പോൾ ഏതൊക്കെയാണ് ആ 2 വിധം എന്ന് ചോദിച്ചാൽ ഫർളുൽ ഐന്, ഫർളുൽ കിഫായ, ഈ 2 എണ്ണമാണ്. ഇനി ഫർള് ഐന് എന്ന് പറഞ്ഞത് ഓരോ വ്യക്തിക്കും നിർബന്ധമായത്. ഫർള് കിഫായ എന്ന് ചോദിച്ചാൽ സമൂഹത്തിൽ ഒരാൾ ചെയ്താൽ മതിയാകും, ആരും ചെയ്തില്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരാകും. ഇതിനാണ് ഫർള് കിഫായ എന്ന് പറയുന്നത്. ഇനി ഉദാഹരണം, ഫർള് ഐനിൻ്റെ ഉദാഹരണം എഴുതുക. അപ്പോൾ 5 വക്ത് നിസ്കാരം, റമദാൻ നോമ്പ്. ഫർള് കിഫായക്ക് ഉദാഹരണം ചോദിച്ചാൽ മയ്യിത്ത് നിസ്കാരം എന്നൊക്കെ പറയാം. അല്ലെങ്കിൽ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ യോജിച്ചത് തിരഞ്ഞെടുത്ത് എഴുതാൻ 5 വക്ത് നിസ്കാരം, റമദാൻ നോമ്പ് ഇങ്ങനെ ഉണ്ടാവും. ഈ ഒരു സൈഡിൽ ഫർള് ഐനി, ഫർള് കിഫായ, ഹറാമ്, സുന്നത്ത് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഈ ഉദാഹരണമൊക്കെ എല്ലാവരും നന്നായി ശ്രദ്ധിക്കുക. ഏതിൻ്റെയൊക്കെയാണ് ഉദാഹരണങ്ങൾ, അതിനോട് യോജിച്ചത് നിങ്ങൾ രേഖപ്പെടുത്തണം. അപ്പോൾ ഓരോന്നിൻ്റെ ഉദാഹരണം വ്യക്തമായി കൃത്യമായി പഠിക്കുക. ഇനി ഹറാമ് എന്നാൽ എന്ത്? ഹറാമിൻ്റെ നിർവചനം ചോദിച്ചാൽ ചെയ്താൽ ശിക്ഷയുള്ളത്, ഒഴിവാക്കിയാൽ കൂലിയുള്ളത്, ഇങ്ങനെ ചോദിക്കും. അല്ലെങ്കിൽ ചെയ്താൽ ശിക്ഷയുള്ളത്, ഒഴിവാക്കിയാൽ കൂലിയുള്ളത് ലഭിക്കുന്നത് ഏതാണ്? അപ്പോൾ എന്ത് ചെയ്യണം? ഹറാമാണ്. ഇനി അതിൽ ഉദാഹരണം ചോദിച്ചാൽ എന്തൊക്കെ പറയും? മദ്യപാനം, കളവ് പറയൽ, കൊലപാതകം, അതിൽ ഹറാമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യാം? എഴുതുക. പിന്നെ സുന്നത്ത് എന്നാൽ എന്ത്? സുന്നത്തിൻ്റെ നിർവചനം എഴുതാണ്ടാവും. ചെയ്താൽ കൂലിയുള്ളത്, ഉപേക്ഷിച്ചാൽ ശിക്ഷയുള്ളത്. സുന്നത്തിൻ്റെ മറ്റ് പേരുകൾ ഏതൊക്കെ? മന്ദൂബുണ്ട്, മുസ്തഹബ്, നഫ്ൽ, തതവ്വു, ഇതൊക്കെയും സുന്നത്തിന് ഉള്ള പേരുകളാണ്. അപ്പോൾ സുന്നത്തിൻ്റെ മറ്റ് പേരുകൾ ഞാൻ എഴുതാൻ പറഞ്ഞാൽ ചോദ്യം ഉണ്ടെങ്കിൽ ഈ ഉത്തരങ്ങൾക്ക് എന്ത് ചെയ്യാം? എഴുതാം. അതിൻ്റെ ഉദാഹരണം ഏതൊക്കെ? സലാം പറയാൻ, മിസ്വാക്ക് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളാണ് സുന്നത്തിൻ്റെ ഉദാഹരണങ്ങൾ. പിന്നെ കറാഹത്ത് എന്ന് പറഞ്ഞാൽ ചെയ്താൽ ശിക്ഷ ഇല്ലാത്തത്, ഉപേക്ഷിച്ചാൽ കൂലിയുള്ളത്. ചോദ്യം ചിലപ്പോൾ തിരിച്ചും ചോദിക്കാം. ചെയ്താൽ ശിക്ഷയുള്ളത്, ഉപേക്ഷിച്ചാൽ കൂലിയുള്ളത് ഏതാണ്? അപ്പോൾ എന്ത് ചെയ്യണം? കറാഹത്ത് എന്ന് എഴുതാം. ഈ ഉദാഹരണം നോക്കി, വലതു ഭാഗത്തേക്ക് തുപ്പൽ. കറാഹത്തിൻ്റെ ഉദാഹരണങ്ങളാണ്. വലതു ഭാഗത്തേക്ക് തുപ്പൽ, നിസ്കാരത്തിൽ തല തുറന്നിടൽ. ഇനി ഹലാലിൻ്റെ നിർവചനം എന്താ? ചെയ്താലും ഉപേക്ഷിച്ചാലും കൂലിയോ ശിക്ഷയോ ഇല്ലാത്തത്. ചെയ്താലും ഉപേക്ഷിച്ചാലും കൂലിയോ ശിക്ഷയോ ഇല്ല. ഈ ഹലാലിൻ്റെ മറ്റു പേരെന്താ വെച്ചാൽ മുബാഹ എന്നാണ് ഇതിന് പേര്. ഉദാഹരണം എന്തൊക്കെ? വില കൂടിയ ഭക്ഷണം കഴിക്കുക, വില കൂടിയ ചെരുപ്പ് ധരിക്കുക. അപ്പോൾ ചോദ്യരൂപത്തിലും അല്ലെങ്കിൽ പൂരിപ്പിക്കാനായിട്ടോ അല്ലെങ്കിൽ ബ്രാക്കറ്റിൽ നിന്ന് തിരഞ്ഞെടുത്ത് എഴുതാൻ അല്ലെങ്കിൽ യോജിപ്പിക്കാനൊക്കെ ഉണ്ടാകും. അപ്പോൾ എന്തിരിക്കും? നന്നായിട്ട് ഈ പാഠം വായിച്ച് പഠിക്കുക തന്നെ വേണം കേട്ടോ. അപ്പോൾ ഉദാഹരണങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. കാരണം ഉദാഹരണം ചിലപ്പോൾ ബ്രാക്കറ്റിൽ കുറേ ഉദാഹരണം കൊടുത്തിട്ട് താഴെ കറാത്ത്, ഹലാൽ അങ്ങനെ ചിലപ്പോൾ ചോദിക്കാം, അല്ലെങ്കിൽ യോജിപ്പിച്ച് എഴുതാണ്ടാവും. അപ്പോൾ അതിനൊക്കെ എന്ത് ചെയ്യാം? നന്നായി പാഠം പഠിക്കുക. അതിനൊരു ഉദാഹരണം നിങ്ങളുടെ പാഠത്തിൽ ഈ പേജ്, 1ാമത്തെ പാഠത്തിൻ്റെ അവസാനത്തെ പേജിലുണ്ട് കൊടുത്തിട്ടുണ്ട്. ഫർളുൽ ഐന്, ഫർള് കിഫായ, ഹറാമ്, സുന്നത്ത്, കറാഹത്ത്, ഹലാൽ. ഇപ്പുറത്ത് അതിൻ്റെ ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യാം? നന്നായിട്ട് തന്നെ പഠിക്കുക. ഇപ്പോൾ ഈ പാഠത്തിൽ പറയുന്നത്, ഒന്ന്, നിസ്കാരം മുസ്ലിമിൻ്റെ ശാരീരികമായ മഹത്തായ ഇബാദത്താണ്. അതായത് ശരീരം കൊണ്ട് ചെയ്യുന്ന ഇബാദത്തിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായതാണ് നിസ്കാരം എന്ന്. അപ്പോൾ ഇതിന് ചോദിക്കാം, മുസ്ലിമിൻ്റെ മഹത്തായ ഇബാദത്താണ്, ശാരീരികമായ മഹത്തായ ഇബാദത്താണ് എന്ത്? നിസ്കാരം എന്നാണ്. ഇനി പ്രായപൂർത്തിയും ബുദ്ധിയും ശുദ്ധിയും ഉള്ള എല്ലാ മുസ്ലിമിനും ബുദ്ധി നിലനിൽക്കുന്ന കാലം മുഴുവൻ നിസ്കാരിക്കൽ വാജിബാണ്. അപ്പോൾ നിസ്കാരം നിർബന്ധമാണ് ഉള്ളത് എപ്പോഴാണ് ചോദിച്ചാൽ പ്രായപൂർത്തിയും ബുദ്ധിയും ശുദ്ധിയുമുള്ള എല്ലാ മുസ്ലിമും നിസ്കാരം നിർബന്ധമാണ്. ഇനി ഇവിടെ 2 പോയിന്റ് കൊടുത്തിട്ടുണ്ട്. സമയമായാൽ ഉടൻ നിസ്കരിക്കണം, അല്ലെങ്കിൽ സമയം കഴിയും മുമ്പ് നിസ്കരിക്കുമെന്ന് ഉറപ്പിച്ചു കരുതണം. ഈ 2 കാര്യങ്ങൾ നോട്ട് ചെയ്യാം. കാരണം ഇതിനെന്ത് ചോദ്യം ഉണ്ടാവും? കാരണമുണ്ടായിട്ട് നിസ്കാരം നഷ്ടപ്പെട്ടാലും അവൻ കുറ്റക്കാരനാകും. എപ്പോൾ? കാരണമുണ്ടായിട്ട് നിസ്കാരം നഷ്ടപ്പെട്ടാലും അവൻ കുറ്റക്കാരനാകും. എപ്പോൾ വെച്ചാൽ ഈ 2 കാര്യങ്ങൾ, ഇതൊക്കെ സമയമായാൽ ഉടൻ നിസ്കരിക്കണം, അല്ലെങ്കിൽ സമയം കഴിയും മുമ്പ് നിസ്കരിക്കുമെന്ന് വെച്ചാൽ ഉറപ്പിച്ചു കരുതണം. ഈ 2 എന്ന് പാലിച്ചില്ലെങ്കിൽ
ഇനി അതിന് താൻ നോക്കൂ, നിസ്കരിക്കുന്നതിന് തടസ്സങ്ങൾ ഉണ്ടായാൽ ചെയ്യേണ്ടവ. ഇതിൽ നിന്ന് ഉണ്ടാകാൻ സാധ്യതയുള്ള ചോദ്യം, ഭ്രാന്ത്, ബോധക്ഷയം, ഹൈല്, നിഫാസ് തുടങ്ങിയ തടസ്സങ്ങൾ ഉണ്ടായാൽ നിസ്കാരം ഖളാ വീട്ടൽ നിർബന്ധമാണ്. എപ്പോൾ? ഇവർക്കൊക്കെ നിസ്കാരം ശരിക്ക് ഖളാ വീട്ടേണ്ടതില്ലല്ലോ. പക്ഷേ എപ്പോഴാണ് ഭ്രാന്തോ, ബോധക്ഷയം, ഹൈല്, നിഫാസ് തുടങ്ങിയ തടസ്സങ്ങൾ ഉണ്ടായാൽ നിസ്കാരം ഖളാ വീട്ടൽ നിർബന്ധമാകുക? അതിനുത്തരം, ചുരുങ്ങിയ രൂപത്തിൽ നിസ്കരിക്കാൻ സമയം ലഭിച്ചത് ശേഷമാണ് ഇവ ഉണ്ടായതെങ്കിൽ. എപ്പോഴാണ് ചുരുങ്ങിയ രൂപത്തിൽ നിസ്കരിക്കാൻ സമയം ലഭിച്ച ശേഷം ഭ്രാന്തോ, ബോധക്ഷയം, ഹൈലോ, നിഫാസോ തുടങ്ങിയ തടസ്സങ്ങൾ ഉണ്ടായാൽ നിസ്കാരം ഖളാ വീട്ടൽ നിർബന്ധമാണ്. ഇതിൽ തടസ്സങ്ങൾ നീങ്ങിയാൽ ചെയ്യേണ്ടത്, ഒരു തക്ബീറിനുള്ള സമയം മാത്രം ആക്കിയിരിക്കുക. തടസ്സങ്ങൾ നീങ്ങിയാൽ അല്ലെങ്കിൽ ഒരാൾ മുസ്ലിം ചെയ്താൽ എന്താണ് അവനക്ക് നിർബന്ധമാവുക? അപ്പോൾ ഉത്തരം എന്താ? ആ നിസ്കാരവും അതിന് മുമ്പുള്ള നിസ്കാരവും നിസ്കാരം ഇതോടൊപ്പം ജംആക്കപ്പെടുന്നതാണെങ്കിൽ അതും നിസ്കരിക്കൽ നിർബന്ധമാണ്. നഷ്ടപ്പെട്ട നിസ്കാരം ഖളാ വീട്ടണം അല്ലേ? ഇത് നഷ്ടപ്പെട്ട നിസ്കാരത്തിൻ്റെ വിധി എന്താ വെച്ചാൽ എന്താ? ഖളാ വീട്ടണം. ഖളാ വീട്ടൽ നിർബന്ധമാണ്. ഇനി കാരണമില്ലാതെ നഷ്ടപ്പെട്ട നിസ്കാരം ഉടൻ ഖളാ വീട്ടലും ആസന്നമായ നിസ്കാരം, ഇപ്പോൾ അല്ലേ ഖളാ ആകാത്ത ഇപ്പോഴുള്ള നിസ്കാരം, അത് ഖളാ ആകില്ലെങ്കിൽ അതിനേക്കാൾ മുന്തിക്കലും നിർബന്ധമാണ്. അപ്പോൾ കാരണമില്ലാതെ നഷ്ടപ്പെട്ട നിസ്കാരം ഖളാ വീട്ടുന്നതിൻ്റെ വിധി എന്തെന്ന് വെച്ചാൽ ഉടൻ തന്നെ ഖളാ വീട്ടൽ നിർബന്ധമാണ്. ഇനി അനിവാര്യമായ ഭക്ഷണം, ഉറക്കം, ജോലി പോലെയുള്ളവർക്ക് അല്ലാത്ത മുഴുവൻ സമയവും നഷ്ടപ്പെട്ട നിസ്കാരം ഖളാ വീട്ടാൻ ഉപയോഗിക്കണം. അപ്പോൾ രണ്ടാമത്തെ ചോദ്യം, മഹത്തായ ശാരീരിക ഇബാദത്താണ് ഏതായിരുന്നു? നിസ്കാരമാണ്. ഉറക്കം കാരണം നിസ്കാരം നഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യണം? ഉറക്കം കാരണം നിസ്കാരം നഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യണം? ഖളാ വീട്ടണം. ഖളാ വീട്ടൽ നിസ്കാരം നിർബന്ധമാണ് അല്ലേ? മൂന്നാമത്തെ, തക്ബീറിനുള്ള സമയം മാത്രം ബാക്കിയുള്ളപ്പോൾ ഒരാൾക്ക് ബോധം തെളിഞ്ഞാൽ ഏതെല്ലാം നിസ്കാരം ഖളാ വീട്ടണം? ചോദ്യം ശ്രദ്ധിക്കണേ. തക്ബീറിനുള്ള സമയം മാത്രം ബാക്കിയുള്ളപ്പോൾ, ഒരാൾക്ക് നിസ്കരിക്കാൻ തക്ബീർ കെട്ടാൻ മാത്രം സമയമുള്ളൂ. അങ്ങനെയെങ്കിൽ അയാൾ ബോധം തെളിഞ്ഞു ആ സമയത്ത്. അപ്പോൾ ഏതെല്ലാം നിസ്കാരം ഖളാ വീട്ടണം? നിസ്കാരവും അതിൻ്റെ മുമ്പുള്ള നിസ്കാരം ഇതിനോടൊപ്പം ജംആക്കാൻ പറ്റിയ നിസ്കാരമാണെങ്കിൽ അതും എന്ത് ചെയ്യണം? ഖളാ വീട്ടണം. രണ്ട് നിസ്കാരം ചിലപ്പോൾ ഖളാ വീട്ടേണ്ടി വരും. ഏതൊക്കെ? ഏത് സമയത്താണ് ബോധം തെളിഞ്ഞത് ആ സമയത്തുള്ള നിസ്കാരവും അതിൻ്റെ മുൻപുള്ള സമയത്ത് നിസ്കാരം ഇതിനോടൊപ്പം ജംആക്കാൻ പറ്റിയതാണെങ്കിൽ, അതായത് ഒരാൾക്ക് ബോധം തെളിഞ്ഞത് അസറിൻ്റെ അവസാന സമയത്താണ്, മഗ്‌രിബിന് തൊട്ട് മുമ്പായിട്ട് അസറിൻ്റെ സമയത്തിന് അപ്പോൾ ബോധം തെളിഞ്ഞു. എന്നാൽ അവൻ ഏതാ ഖളാ വീട്ടേണ്ടത്? ആ അസറും ആ ളുഹറും ഖളാ വീട്ടണം. എന്തുകൊണ്ട്? ആ ളുഹറിനെ അസറുമാരി ജംആക്കാൻ പറ്റിയ നിസ്കാരമാണ്. അതുകൊണ്ട് തന്നെ ഇനി ഒരാൾക്ക് എന്താ മഗ്‌രിബിൻ്റെ സമയത്താണ് ഒരാൾക്ക് ബോധം തെളിഞ്ഞത്, എന്നാൽ അവിടെ മഗ്‌രിബ് മാത്രം ഖളാ വീട്ടിയാൽ മതി. അവിടെ അസർ ഖളാ വീട്ടണം വേണ്ട. എന്തുകൊണ്ട്? അസറിനെയും മഗ്‌രിബിനെയും ഒരുമിച്ച് ജംആക്കി നിസ്കരിക്കില്ല. അതുകൊണ്ട് തന്നെ. ഇനി നാലാമത്തെ ചോദ്യം നോക്കും, നിസ്കാരത്തിനുള്ള തടസ്സങ്ങൾ ഏവ? നിസ്കാരത്തിൻ്റെ തടസ്സങ്ങൾ ഏതൊക്കെ? നിസ്കരിക്കാൻ പറ്റാത്ത അവസ്ഥകൾ ഏതൊക്കെ? ഒന്ന് ബോധം അപ്പോൾ പോവുക, പിന്നെ ബുദ്ധിയുടെ വകതയിൽ നീങ്ങുക, പിന്നെ ഹൈല്, നിഫാസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ. ഇനി അലാമത്ത ശരി അതുപോലെ തെറ്റൊക്കെ എന്ത് ചെയ്യാം? രേഖപ്പെടുത്താനോ. ഒന്നാമത്തെ എന്താ? മറന്നുകൊണ്ട് നിസ്കാരം നഷ്ടപ്പെട്ടാൽ ഖളാ വീട്ടൽ നിർബന്ധമില്ല. ശരിയാണോ തെറ്റാണോ? അതായത് ഈ പറഞ്ഞ തെറ്റല്ലേ? മറന്നുകൊണ്ട് നിസ്കാരം നഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യണം? ഖളാ വീട്ടൽ നിർബന്ധമാണ്. പക്ഷേ ഉടനെ തന്നെ ഖളാ വീട്ടൽ നിർബന്ധമില്ല എന്നേ ഉള്ളൂ കേട്ടോ. കാരണം കാരണത്തോടു കൂടിയാണ് നഷ്ടപ്പെട്ടത്. ഇനി മുക്കല്ലഫായ രോഗിക്ക് നിസ്കാരം ഒഴിവാക്കാം. മുക്കല്ലഫ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? പ്രായപൂർത്തിയും ബുദ്ധിയും ശുദ്ധിയുള്ള ആണ്. ആ രോഗിക്ക് നിസ്കാരം ഒഴിവാക്കാം പറ്റുമോ? ഇല്ല, അത് തെറ്റാണ്. എന്താണ്? തെറ്റാണ്. ഇനി ചുരുങ്ങിയ നിലയിൽ നിസ്കരിക്കാനുള്ള സമയം ലഭിച്ച ശേഷം ഹൈദ് ഉണ്ടായാൽ നിസ്കാരം ഖളാ വീട്ടണോ? അതെ, നിസ്കാരം ഖളാ വീട്ടണം. ഇത് പറഞ്ഞാൽ ശരിയാണ്. കാരണമില്ലാതെ നിസ്കാരം നഷ്ടപ്പെട്ടാൽ ഉടൻ തന്നെ ഖളാ വീട്ടണം. ഈ പറഞ്ഞെന്താ? അതെ, ശരി. ഈ പറഞ്ഞത് ശരിയാണ്. അപ്പോൾ സ്വഹീഹ് എന്ന് എഴുതാം കേട്ടോ. അവിടെ തെറ്റിലെടുത്ത് ഖത്ത് എന്ന് എഴുതാം. ഈ കള്ളിയിൽ എന്ത് ചെയ്യണം? തെറ്റിന് അടയാളപ്പെടുത്തുക. അപ്പോൾ ഈ പാഠത്തിൽ നിന്ന് ഏതൊക്കെ ചോദ്യങ്ങളുണ്ടാകുന്ന പരിശോധിച്ച് നോക്കാം. നജസിൽ നിന്ന് ശുദ്ധിയാവൽ നിസ്കാരത്തിൻ്റെ നിബന്ധനയാണ്. അപ്പോൾ നജസിൽ നിന്ന് ശുദ്ധിയാവൽ നിസ്കാരത്തിൻ്റെ എന്താണെന്ന് ചോദിച്ചാൽ നിബന്ധനയാണ് പറയാം. പിന്നെ നിസ്കാരം ശരിയാവുന്നതിന് തടസ്സമാകുന്ന മാലിന്യങ്ങളാണ് നജസ് എന്ന് പറയുന്നത്. അപ്പോൾ നജസ് എന്നാൽ എന്ത് എന്ന ചോദ്യത്തിന് എന്ത് മറുപടി പറയണം? നിസ്കാരം ശരിയാകുന്നതിന് തടസ്സമാകുന്ന മാലിന്യങ്ങൾക്കാണ് നജസ് എന്ന് പറയുന്നത്. ഇനി നജസ്സുകൾ എത്ര വിധം? അപ്പോൾ എന്ത് പറയും? 3 വിധമുണ്ട്. നജസ്സുകൾ 3 വിധമുണ്ട്. ഏതൊക്കെയെന്ന് ചോദിച്ചാൽ എന്തൊക്കെ എഴുതണം? മുഖഫഫ്, മുഗല്ലദ്, മുതവസ്സിത്ത്. മുഖഫഫ്, മുഗല്ലദ്, മുതവസ്സിത്ത്. മുഖഫഫായ നജസ് എന്നാൽ എന്ത്? എന്തായാലും മറുപടി പറയുക. 2 വയസ്സ് പൂർത്തിയാകാത്ത, പാലല്ലാത്ത, മറ്റൊന്നും ഭക്ഷിക്കാത്ത ആൺകുട്ടിയുടെ മൂത്രമാണ് മുഖഫഫായ നജസ്. മുഖഫഫായ നജസ് കൊണ്ട് മലിനമായ വസ്തുക്കളെ ശുദ്ധിയാക്കുന്ന രൂപം. അതിൻ്റെ രീതി ഇങ്ങനെ: തടി ഉണ്ടെങ്കിൽ നീക്കി മൂത്രത്തിനേക്കാൾ കൂടുതൽ വെള്ളം ആ ഭാഗത്തെല്ലാം കുടയുക, കഴുകേണ്ടതില്ല.
ശ്രദ്ധിക്കണം, കഴുകേണ്ടതില്ല. അപ്പോൾ അതിൻ്റെ രീതി ഒന്നുകൂടി പറയാം. തടി ഉണ്ടെങ്കിൽ നീക്കി മൂത്രത്തിനേക്കാൾ കൂടുതൽ വെള്ളം ആ ഭാഗത്തെല്ലാം കുടയുക. മുഗല്ലദായ നജസ് എന്നാൽ എന്ത്? അതെന്തൊക്കെ പറയാം? നായ, പന്നി എന്നിവയും അവയിൽ ഒന്ന് മറ്റൊരു ജീവിയോട് കൂടി ജനിച്ചവയും. ഇവ എന്ത്? മുഗല്ലദായ നജസ്. നായ, പന്നി എന്നിവയും ഇവയിൽ ഒന്ന് മറ്റൊരു ജീവിയോട് കൂടി ജനിച്ചവയും. എങ്ങനെയാണ് മുഗല്ലദായ നജസുകൾ ശുദ്ധിയാക്കേണ്ടത്? എങ്ങനെയാണ് മുഗല്ലദായ നജസ് ശുദ്ധിയാക്കേണ്ടത്? എങ്ങനെ ശുദ്ധിയാക്കുക? 7 തവണ കഴുകണം. 7 തവണ കഴുകണം. അതിൽ ഒന്ന് ശുദ്ധമായ മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടാവണം. രണ്ടാമത്തെ ശ്രദ്ധിക്കേണ്ടത്, നജസിൻ്റെ തടി ഉണ്ടെങ്കിൽ ആദ്യം അത് നീക്കണം. അതിനു വേണ്ടി പല തവണ കഴുകിയാലും ഒരു തവണയാണ് പരിഗണിക്കുക. ഇനി മുത്തവസ്സിത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അതും വേണ്ട. മുത്തവസ്സിത്ത് എന്ന് പറഞ്ഞാൽ മലം, മൂത്രം, രക്തം, ചലം, മതി, വതി, ആമാശയത്തിൽ എത്തിയ ശേഷം ഛർദ്ദിച്ചത്, ലഹരി ദ്രാവകങ്ങൾ. പിന്നെ ഇപ്പുറത്തെ പേജിൽ മനുഷ്യരല്ലാത്ത ഭക്ഷിക്കപ്പെടാത്ത ജീവികളുടെ പാല്, അയവിറക്കാൻ മൃഗം തികട്ടിയെടുത്തത്, മനുഷ്യൻ, മത്സ്യം, ജറാദ് എന്നിവ അല്ലാത്ത ജീവികളുടെ ശവം, തിന്നപ്പെടാത്ത ജീവിയിൽ നിന്ന് ജീവനുള്ളപ്പോൾ വേർപിരിഞ്ഞ രോമം, തൂവൽ തുടങ്ങിയവ. ഇതൊക്കെ എന്താണ്? മുത്തവസ്സിത്തായ നജസുകളാണ്. ഈ മുത്തവസ്സിത്തായ നജസുകളെ കൊണ്ട് മലിനമായാൽ എങ്ങനെയാണ് ശുദ്ധിയാക്കേണ്ടത്? ആദ്യം നജസിൻ്റെ തടി നീക്കുക. നിറം, മണം, രുചി എന്നിവ മുഴുവനായി നീങ്ങുന്നത് വരെ കഴുകുക. പരമാവധി ശ്രമിച്ചിട്ടും നിറം, മണം എന്നിവയിൽ ഒന്ന് നീങ്ങിയില്ലെങ്കിൽ വിരോധമില്ല. ഇതും ചോദ്യം അല്ലേ? നിറം, മണം നീങ്ങിയില്ലെങ്കിൽ വിരോധമില്ല എപ്പോൾ? അങ്ങനെ പരമാവധി ശ്രമിച്ചിട്ടും നീങ്ങിയില്ലെങ്കിൽ. ഇനി എന്നിവയിൽ ഒന്ന് അല്ലേ? ഈ രണ്ടും കൂടി ഒരുമിച്ചുണ്ടായാലോ? അപ്പോൾ പ്രശ്നം തന്നെയാണ്. ഇനി രുചി മാത്രമോ അല്ലെങ്കിൽ നിറവും മണവും ഒന്നിച്ചോ പോകുന്നില്ലെങ്കിൽ ശുദ്ധിയാകുന്നതല്ല. ഇതൊക്കെ ഈ ഓരോ പോയിന്റുകളും ഇല്ലാതെ നന്നായി ശ്രദ്ധിക്കണേ. മുറിച്ചു കളയാലല്ലാതെ വഴിയില്ലെങ്കിൽ പൊറുക്കപ്പെടുന്നതാണ്. ഇനി രണ്ടും പോകുന്നില്ലെങ്കിൽ മുറിച്ചു കളഞ്ഞാലേ പോകുള്ളൂ, എന്നാൽ അത് പൊറുക്കപ്പെടും. ഈ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് താഴെ കൊടുത്തിട്ടുണ്ട്. അതെല്ലാവരും നന്നായിട്ട് ശ്രദ്ധിക്കണം. എന്തൊക്കെയാണ്? നജസായ വസ്തു 2 കുല്ലത്തിനേക്കാൾ ഏകദേശം 200 ലിറ്റർ കുറഞ്ഞ വെള്ളത്തിൽ ഇട്ട് കഴുകരുത്. അതിൽ മുക്കിക്കൊണ്ട് കഴുകുക. വെള്ളം അതിന്മേൽ ഒഴിച്ച് കഴുകുകയാണ് വേണ്ടത്. ഇനി മറ്റൊന്ന്, മൂത്രം പോലെയുള്ള നജസ് ഒരു സ്ഥലത്തോ മറ്റോ വറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അവിടെ മൊത്തം വെള്ളം ഒഴിച്ചാൽ മതി. അതായത് നിറം, മണം പോലെ ഒന്നും ഇല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത്? അവിടെ മുഴുവനായിട്ട് വെള്ളം ഒഴിച്ചാൽ മതി. ഇനി വറ്റിയിട്ടില്ലെങ്കിൽ അത് നീക്കം ചെയ്ത് വെള്ളം ഒഴിക്കണം. മനസ്സിലാകുന്നത്? അതായത് നജസിൻ്റെ തടി നീക്കം ചെയ്യുന്ന മുമ്പ് പറഞ്ഞു. കിണറ്റിലെ കുറഞ്ഞ വെള്ളം നജസ് ആയാൽ അതിലേക്ക് കൂടുതൽ വെള്ളം ഒഴിച്ച് 2 കുല്ലത്ത് ആക്കുകയാണ് വേണ്ടത്. ചോദ്യം, കിണറിലെ കുറഞ്ഞ വെള്ളം നജസായാൽ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ അതിലേക്ക് കൂടുതൽ വെള്ളം ഒഴിച്ച് 2 കുല്ലത്ത് ആക്കുകയാണ് വേണ്ടത്. ഇനി അടുത്ത പേജ് നോക്കില്ല. നജസുകളിൽ നിന്ന് ശുദ്ധിയാകുന്നവ. നജസായ വസ്തുക്കളിൽ നിന്ന് ശുദ്ധിയാകുന്നതുകൊണ്ട് ശുദ്ധിയാകാത്തതുകൊണ്ട്. ശുദ്ധിയാകുന്നത് ഏതൊക്കെയെന്ന് ചോദിച്ചത്, ലഹരി ദ്രാവകങ്ങൾ സ്വയം സുർക്കയാകാൻ ശുദ്ധിയാണ്. ലഹരി ദ്രാവകങ്ങൾ സ്വയം സുർക്കയാണ്. മറ്റൊന്ന്, നായ, പന്നി എന്നിവയും ഇവയൊന്ന് മറ്റൊരു ജീവിയോട് കൂടി ജനിച്ചവയും അല്ലാത്ത, ഈ മൂന്നും അല്ലാത്ത ശവത്തിൻ്റെ തൊലി ഊറക്കിട്ടാൽ ശുദ്ധിയാവും. അപ്പോൾ നജസുകളിൽ നിന്ന് ശുദ്ധിയാകുന്ന 2 വസ്തുക്കളാണ് ലഹരി ദ്രാവകങ്ങൾ സ്വയം സുർക്കയായാൽ. മറ്റൊന്ന് നായ, പന്നി ഇവയും മറ്റൊരു ജീവിയോട് കൂടി ജനിച്ചവയും. ഈ മൂന്നും അല്ലാത്ത ശവത്തിൻ്റെ തൊലി ഊറക്കിട്ടാൽ എന്താവും? ശുദ്ധിയാകും. മറ്റ് ഒരു നജസുകളും, അതായത് മൂത്രമാണെങ്കിലും ഏതൊക്കെ നജസുകളുണ്ടോ അതൊന്നും ശുദ്ധിയാവുകയില്ല. തെദ്രീബാത്ത് എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. തെദ്രീബാത്തിൽ നിന്ന് മാത്രമല്ല ചോദ്യം ഉണ്ടാകുക, പാഠത്തിൽ നിന്നുണ്ടാകും. നജസ് എത്ര വിധമാകുന്നു? അതിന് ഉത്തരം പറഞ്ഞല്ലേ, 3 വിധമുണ്ട്. മുഗല്ലദായ നജസ് ഏതാകും? മുഗല്ലദ് ആയ നജസ് ഏതാ? നായ, പന്നി ഇവയിൽ മറ്റൊരു ജീവിയോട് കൂടി ജനിച്ചത്. മുത്തവസ്സിത്തായ നജസ് കൊണ്ട് മലിനമായത് ശുദ്ധിയാക്കാൻ എന്താ ചെയ്യേണ്ടത്? ആദ്യം നജസിൻ്റെ തടി നീക്കണം. പിന്നെ നിറം, മണം, രുചി എന്നിവ മുഴുവനായി നീങ്ങുന്നവരെ കഴുകണം. 4-മത്, മലിനമായ വസ്തു കുറഞ്ഞ വെള്ളത്തിൽ ഇട്ട് കഴുകാമോ? ഇല്ല. 2 കുല്ലത്തിൽ താഴെയുള്ള വെള്ളത്തിൽ എന്താൻ പറ്റൂല? മുക്കി കഴുകാൻ പറ്റില്ല. ഇനി കമ്മിൽ പൂരിപ്പിക്കുക. മുഗല്ലദായ നജസ് കൊണ്ട് മലിനമായത് ശുദ്ധിയാക്കാൻ തവണ കഴുകണം. എത്ര തവണ കഴുകണം? 7 തവണ കഴുകണം അല്ലേ? മുത്തവസ്സിത്ത് കൊണ്ട് മലിനമായ വസ്തു കഴുകുമ്പോൾ നീങ്ങണം. എന്തൊക്കെ? നിറം, മണം, രുചി 3 കാര്യങ്ങൾ നീങ്ങുന്നുണ്ട്. ഇനി ശരിയും തെറ്റും രേഖപ്പെടുത്താനാ. 1, വസ്തുക്കൾ. 2 വയസ്സാവാത്ത, പാലില്ലാത്ത, മറ്റൊന്നും ഭക്ഷിക്കാത്ത ആൺകുട്ടിയുടെ മൂത്രം മുഖഫഫ്. ശരിയോ തെറ്റോ? അതായത് ശരിയാണ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യാം? ശരിപ്പെടുക്കുക. ഇതുപോലെ 2-മത്, നായയുടെ രോമം മുഗല്ലദാണ്. മുത്തവസ്സിത്താണ്. അത് മുഗല്ലദാണ്. നായയുടെ രോമം എന്താണ്? മുഗല്ലദ. ഈ ലഹരി ദ്രാവകങ്ങൾ ഇതിലെ വിടുക? മുത്തവസ്സിത്ത് വിടുമോ? അത് ലഹരി ദ്രാവകങ്ങൾ മുത്തവസ്സിത്തായ നജസാണ്. ചത്ത കോഴിയുടെ തോല്
മുഗല്ലദ്. ഇത് ശരിയല്ല, തെറ്റാണ്. ഇവിടെ എന്ത് ചെയ്യാം? തെറ്റ്. മുഗല്ലദല്ല. പിന്നെ എന്താണ്? ചത്ത കോഴിയുടെ തോല് മുതവസ്സിത്താണ്. മുതവസ്സിത്ത്. ഈ നാലാമത്തെ പാഠത്തിൽ നിന്ന് എന്തൊക്കെ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ടെന്ന് പരിശോധിക്കാം. മാ യുഴഫ അൻഹു മിൻ നജാസ്. നജസിൽ നിന്ന് ഇളവ് ലഭിക്കുന്ന നജസുകൾ ഏതൊക്കെയാണ് അല്ലേ? അപ്പോൾ ഇതിൽ നിന്ന് നിസ്കാരം സാധുവാകാൻ, ശരിയാകാൻ ശരീരം, വസ്ത്രം, സ്ഥലം എന്നിവ ശുദ്ധിയായിരിക്കണം. അപ്പോൾ നിസ്കാരം ശരിയാകാൻ എന്തൊക്കെ ശുദ്ധിയായിരിക്കണം എന്ന് ചോദിച്ചാൽ എന്തൊക്കെ? നിസ്കരിക്കുന്ന സ്ഥലം, പിന്നെ വസ്ത്രം, ശരീരം, ഈ മൂന്നെണ്ണം എന്ത് ചെയ്യണം? ശുദ്ധീകരിക്കണം. ഇനി ഇളവ് ലഭിക്കുന്ന നജസുകൾ ഏതൊക്കെ നോക്കാം. ഇളവ് ലഭിക്കുന്ന നജസുകൾ ഏതൊക്കെ? ഒന്ന്, ഒലിക്കുന്ന രക്തമില്ലാത്ത കൊതുക് പോലെയുള്ളവരുടെ രക്തം, മുറിവ്, മുഖക്കുരു, ചോരക്കുരു മുതലായവയുടെ രക്തം, ചലം. ഇതൊക്കെയാണത് ഇളവ് ലഭിക്കുന്ന നജസുകൾ. ഇവ തൻ്റെ പ്രവൃത്തി കൊണ്ടല്ലെങ്കിൽ, എപ്പോഴാണിത് ഇളവ് ലഭിക്കുക? ഇവ തൻ്റെ പ്രവൃത്തി കൊണ്ടല്ലെങ്കിൽ കൂടുതൽ ആണെങ്കിലും ഇളവുണ്ട്. എപ്പോഴാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ, ഇത് ഒലിക്കുന്ന രക്തമില്ലാത്ത കൊതുക് പോലെയുള്ളവ, മുറിവ്, മുഖക്കുരു, ചോരക്കുരു മുതലായവയുടെ രക്തം, ചലം, ഈ പറഞ്ഞ നജസുകൾ എപ്പോഴാണ് ഇളവ് ലഭിക്കുക? അതെ, സ്വന്തം അവൻ്റെ പ്രവൃത്തി കൊണ്ടല്ലെങ്കിൽ കൂടുതൽ ആണെങ്കിലും ഇളവുണ്ട്. തൻ്റെ പ്രവൃത്തി കൊണ്ടാണെങ്കിൽ കുറഞ്ഞത് മാത്രമേ ഇളവ് ലഭിക്കൂ. അപ്പോൾ എപ്പോഴാണ് കൂടുതൽ ഉണ്ടാകുമ്പോൾ ഇളവ് ലഭിക്കുക? എപ്പോഴാണ് കുറഞ്ഞത് ഉണ്ടെങ്കിൽ മാത്രം ഇളവ് ലഭിക്കുക? അതെ, സ്വന്തം പ്രവൃത്തി കൊണ്ടല്ലെങ്കിൽ കൂടുതലുണ്ടെങ്കിലും ഇളവ് ലഭിക്കും. സ്വന്തം പ്രവൃത്തി കൊണ്ടാണെങ്കിൽ കുറച്ചുണ്ടെങ്കിൽ മാത്രമേ ഇളവ് ലഭിക്കുകയുള്ളൂ. രണ്ടാമത്തെ എന്താ? മുഗല്ലദ് അല്ലാത്ത അന്യ രക്തം, മറ്റൊരു രക്തം, മൂക്കിൽ നിന്നുള്ള രക്തം, ഹൈദ് രക്തം, കുറഞ്ഞത് മാത്രമേ ഇളവുള്ളൂ. ഈ പറഞ്ഞ കാര്യങ്ങൾ കുറഞ്ഞത് മാത്രമേ ഇളവുള്ളൂ. പിന്നെ വഴിയിലെ നജസ് ഉണ്ടെന്ന് ഉറപ്പുള്ള ചെളി അല്ലേ? വഴിയിലെ നജസ് ഉണ്ടെന്ന് ഉറപ്പുള്ള ചെളി കുറഞ്ഞത് പൊറുക്കപ്പെടുന്നു. അതായത് ഒരു വഴിയിൽ നജസൊക്കെ ഉണ്ട്, അത് ശരീരത്തിലായ അത് കുറഞ്ഞത് കൊണ്ട് എന്താവും? പൊറുക്കപ്പെടും. ഇനി ഈച്ചയുടെ കാഷ്ടം, വവ്വാലിൻ്റെ മൂത്രം, കാഷ്ടം, ഇതൊക്കെ എന്താണ്? പൊറുക്കപ്പെടും. അത് കുറച്ച് അല്ലേ? അതിപ്പോൾ കുറേ എന്ന് പറയാൻ മാത്രം ഉണ്ടാവില്ലല്ലോ, അത്രയും വളരെ കുറച്ചാണ് ഉണ്ടാകുക. ഇനി താഴെയുള്ള പോയിന്റ് നോക്കി. കുറവും കൂടുതലും തീരുമാനിക്കുന്നത് പതിവ് അനുസരിച്ചാണ്. അപ്പോൾ എന്തനുസരിച്ചാണ് കുറവും കൂടുതലും തീരുമാനിക്കുക? അപ്പോൾ പതിവ് അനുസരിച്ചാണ് തീരുമാനിക്കുക. ഒരു വസ്തുവിൽ നജസ് ഉണ്ടെന്ന് ഉറപ്പില്ലെങ്കിൽ അത് ശുദ്ധിയുള്ളതായി പരിഗണിക്കാം. എപ്പോഴാണ് ഒരു വസ്തുവിൽ ശുദ്ധിയുള്ളതായി പരിഗണിക്കാം? ഒരു വസ്തുവിൽ നജസ് ഉണ്ടെന്ന് ഉറപ്പില്ലെങ്കിൽ അത് ശുദ്ധിയായി പരിഗണിക്കാം. ഞാൻ അടുത്ത് നോക്കി. നിസ്കരിക്കാൻ പോകുന്നവൻ്റെ ശരീരത്തിലോ വസ്ത്രത്തിലോ ഇളവില്ലാത്ത നജസ് ഒരാൾ കണ്ടാൽ അവനെ ഉണർത്തൽ നിർബന്ധമാണ്. അപ്പോൾ നിസ്കരിക്കാൻ പോകുന്നവൻ്റെ ശരീരത്തിലോ വസ്ത്രത്തിലോ ഇളവില്ലാത്ത നജസ് കണ്ടാൽ എന്താണ് അവനക്ക് നിർബന്ധമുള്ളത്? അപ്പോൾ എന്ത് പറയണം? അവനെ ഉണർത്തൽ നിർബന്ധമാണ്. ഇബാദത്തിലെ നിർബന്ധമായ ഒരു കാര്യത്തിൽ ഒരാൾക്ക് വീഴ്ച വന്നതായി കണ്ടാലും അറിയിച്ചു കൊടുക്കൽ നിർബന്ധമാണ്. ഇതൊക്കെ നന്നായി വായിക്കുക. അതിനൊക്കെ എന്ത് ചെയ്യും? ചോദ്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതകളുണ്ട്. ഇനി അജിബ് അനിൽ അസ്ഇലത്തി താലിയ, താഴെ കൊടുത്ത ചോദ്യങ്ങൾ എന്ത് ചെയ്യാം? അതിന് ഉത്തരം കണ്ടെത്താം. കൊതുകിൻ്റെ രക്തം ഇളവ് ചെയ്യപ്പെടുന്നതാണല്ലോ. കൊതുകിൻ്റെ രക്തം ഇളവ് ചെയ്യപ്പെടുന്നതാണോ? ആണോ? അതെ, കൊതുകിൻ്റെ രക്തം ഇളവ് ചെയ്യപ്പെടുന്നതാണ്. ഇളവുള്ള നജസുകൾ 3 എഴുതുക. ഇളവുള്ള നജസുകളിൽ നിന്ന് 3 എഴുതുക. എന്തൊക്കെ എഴുതാം? വഴിയിലെ നജസുണ്ടെന്നുള്ള ഉറപ്പുള്ള ചെളി, ഈച്ചയുടെ കാഷ്ടം, വവ്വാലിൻ്റെ മൂത്രം, ഹൈദ് രക്തം, ഇതൊക്കെ എന്താണ്? ഇളവുള്ള നജസുകളാണ്. ഇനി നജസ് കൂടുതലോ കുറവോ എന്ന് തീരുമാനിക്കുക എങ്ങനെ? നേരത്തെ നമ്മൾ പറഞ്ഞത് പതിവ് അനുസരിച്ചാണ് തീരുമാനിക്കുക. ഇബാദത്തിൽ നിർബന്ധമായ ഒരു കാര്യത്തിൽ ഒരാൾ വീഴ്ച വരുത്തുന്നത് കണ്ടവൻ എന്ത് ചെയ്യാം? അവനെ ഉണർത്തണം. ഈ കാര്യങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക. 5ാമത്തെ പാഠം എല്ലാവരും ശ്രദ്ധിക്കുക. ഇതിനൊക്കെ എന്തൊക്കെ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ടെന്ന്. ഒന്നാമത്തെ ദിമാവുൽ മർഅത്തിലെ സ്ത്രീയുടെ രക്തം. അപ്പോൾ സ്ത്രീകളുടെ ഗർഭാശയത്തിൽ നിന്ന് പുറപ്പെടുന്ന രക്തങ്ങൾ 3 ഇനമുണ്ട്. എത്ര ഇനമുണ്ട് ചോദിച്ചാൽ 3 ഇനമുണ്ട്. ഏതൊക്കെയാണ് ചോദിച്ചാൽ ഒന്ന് ഹൈദ് രക്തമാണ്, മറ്റൊന്ന് നിഫാസ്, മറ്റൊന്ന് ഇസ്തിഹാദത്ത്. 3 രക്തങ്ങളാണ്. ഒന്ന് ഹൈദ് ആർത്തവ രക്തം, നിഫാസ് എന്ന പ്രസവ രക്തം, ഇസ്തിഹാദത്ത് രോഗരക്തം. അങ്ങനെ 3 രക്തങ്ങളാണ് സ്ത്രീയുടെ ഗർഭാശയത്തിൽ നിന്ന് പുറപ്പെടുന്ന രക്തങ്ങൾ. എന്താണ് ഹൈദ് എന്ന് ചോദിച്ചെന്ന് പറയാം? ഗർഭാശയത്തിൻ്റെ അങ്ങേ അറ്റത്ത് നിന്ന് ചില പ്രത്യേക സമയങ്ങളിൽ പുറപ്പെടുന്നതാണ് ഹൈദ്. മനസ്സിലാകുന്നുണ്ടോ? ഗർഭാശയത്തിൻ്റെ അങ്ങേ അറ്റത്ത് നിന്ന് ചില പ്രത്യേക സമയങ്ങളിൽ പുറപ്പെടുന്നതാണ്. ഇനി ഹൈദ് ഉണ്ടാകുന്ന കുറഞ്ഞ പ്രായം എത്ര? എന്ത് പറയാം? ഹൈദ് ഉണ്ടാകാൻ ഏറ്റവും കുറഞ്ഞ പ്രായം 9 ചാന്ദ്ര വർഷമാണോ? 9 ചാന്ദ്ര വർഷം. അപ്പോൾ 9 വയസ്സാകാൻ അല്ലേ? പിന്നെ രണ്ടാമത് 9 വയസ്സാകാൻ 16 ദിവസത്തിന് താഴെയുള്ളപ്പോൾ രക്തം പുറപ്പെട്ടാൽ അത് ഹൈദാണ്. അപ്പോൾ ചിലപ്പോൾ 9 വയസ്സാകാൻ 16 ദിവസം താഴെയുള്ളപ്പോൾ രക്തം കണ്ടാൽ ഹൈദാകുമോ? ഹൈദാകും. ഇനി ഹൈലിൻ്റെ സമയങ്ങളുടെ പട്ടിക കൊടുത്തിട്ടുണ്ട്. കുറഞ്ഞത് ഹൈലിൻ്റെ കുറഞ്ഞത് എത്ര സമയം? ഒരു ദിവസം. സാധാരണയായി ഹൈൽ ഉണ്ടാകുന്ന സമയങ്ങൾ 6-7 ദിവസം.
കൂടിയത് 15 ദിവസം. 2 ഹൈദിനിടയിൽ ഏറ്റവും കുറഞ്ഞ ശുദ്ധി 15 ദിവസം. ഇതെല്ലാവരും നീ നോട്ട് ചെയ്യാം. ഇനി നിഫാസ് എന്ന് പറഞ്ഞാൽ എന്താ? അടുത്ത ചോദ്യം ഉണ്ടാവും. പ്രസവം കഴിഞ്ഞ് 15 ദിവസത്തിനുള്ളിൽ പുറപ്പെടുന്ന രക്തമാണ് നിഫാസ് രക്തം. അതിന് ശേഷം കാണുന്ന രക്തം ഹൈലാണ്. അപ്പോൾ 15 ദിവസത്തിന് ശേഷമാണ് രക്തം കണ്ടതെങ്കിൽ അത് എന്താ? ഹൈലാണ്. ഇനി ഈ പട്ടിക നോക്കുക. നിഫാസ് അതിൻ്റെ സമയങ്ങൾ കുറഞ്ഞത് എത്ര? അല്പസമയം ഉണ്ടാകുള്ളൂ. സാധാരണയായി 40 ദിവസങ്ങൾ ഉണ്ടാകാം. കൂടിയത് 60 ദിവസം. അതിനുശേഷമുള്ള ദിവസത്തിനെ കുറിച്ച് നമുക്ക് ഇപ്പോൾ ഇനി ഹൈല്, നിഫാസ് എന്നിവ കൊണ്ട് ഹറാമാകുന്ന കാര്യങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ഹറാമാകും, ചെയ്യാൻ പാടില്ല ഹൈലും നിഫാസും ഉണ്ടാകുമ്പോൾ ചോദിച്ചാൽ എന്ത് പറയുന്നത്? നിസ്കാരം, നോമ്പ്, സുജൂദ്, തവാഫ്, ഖുർആൻ ഓതൽ, ഖുർആൻ എഴുതപ്പെട്ട് തുടരും, ചുമക്കലും, പള്ളിയിൽ താമസിക്കൽ, ഈ കാര്യങ്ങളൊക്കെ ഹറാമാണ്. അപ്പോൾ ചിലപ്പോൾ എന്തൊക്കെയാണ് ഹറാമ് എന്നായിരിക്കും ചോദ്യം, അല്ലെങ്കിൽ ബ്രാക്കറ്റിൽ നിന്ന് തിരഞ്ഞെടുത്ത് എഴുതാനായിരിക്കും. അപ്പോൾ ഓരോന്നും നന്നായിട്ട് പഠിക്കുക. പിന്നെ സംയോഗം ചെയ്യൽ, മുട്ടുപൊക്കിനിടയിൽ ഇണങ്ങിച്ചേരൽ, തൊലാഖ്, ഇതും എന്താണ്? ഹറാമായ കാര്യങ്ങളാണ്. ഈ പ്രത്യേക ശ്രദ്ധയ്ക്ക് പറഞ്ഞിട്ടുണ്ട്. എന്താ? രാത്രി രക്തം നിന്നാൽ കുളിക്കും മുമ്പ് നോമ്പെടുക്കാമെന്ന്. രാത്രി രക്തം നിന്നാൽ കുളിക്കും മുമ്പ് നോമ്പ് നോൽക്കാമോ എങ്കിൽ നോമ്പെടുക്കാമോ ചോദിച്ചാൽ നോമ്പെടുക്കാം. ഈ കുളിക്കുന്നതിന് മുമ്പ് സംയോഗം ചെയ്യാൻ പാടില്ല. ഈ അടുത്ത് ഹജ്ജ് ചെയ്യുമ്പോൾ തവാഫ് ഒഴികെ മറ്റു കർമ്മങ്ങളെല്ലാം ചെയ്യാം. തവാഫ് ശുദ്ധിയായ ശേഷം ചെയ്യണം. ഈ മൂന്നാമത്തെ നോക്കി, ഇസ്തിഹാലത്ത്, രോഗരക്തം. ഹൈദ് നിഫാസിൻ്റെ സമയത്തല്ലാതെ വരുന്ന രക്തമാണ്. ഇസ്തിഹാലത്ത് എന്ന് ചോദിച്ചാൽ എന്ത് പറയുന്നത്? ഹൈദിൻ്റെയും നിഫാസിൻ്റെയും സമയത്തല്ലാതെ വരുന്ന രക്തമാണ് നിഫാസ്. ഇതിന് സമയപരിധിയില്ല. അപ്പോൾ എപ്പോഴും ഉണ്ടാകാം നിഫാസിൻ്റെ രക്തം ഉണ്ടാകാം. ഇസ്തിഹാലത്ത് ഉള്ളപ്പോൾ മേൽ പറഞ്ഞവയൊന്നും നിഷിദ്ധമല്ല. അതായത് ഹൈദ് കൊണ്ടും നിഫാസ് കൊണ്ടും ഹറാമായ കാര്യങ്ങളൊന്നും തെറ്റല്ല, നിഷിദ്ധമല്ല. അതൊന്നും ഒഴിവാക്കേണ്ടതില്ല. ഈ ചോദ്യങ്ങളെന്ത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഏതൊക്കെ രൂപത്തിൽ ചോദ്യങ്ങൾ ഈ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ഹൈദുണ്ടാകാൻ ഏറ്റവും കുറഞ്ഞ പ്രായം എത്രയാണ്? 9 വയസ്സാണ് പറഞ്ഞത്. നിഫാസിൻ്റെ സാധാരണ കാലം എത്ര ദിവസം? 40 ദിവസമാണെന്നും പഠിച്ചു. ഇസ്തിഹാദത്ത് കാരണം നിസ്കാരം ഒഴിവാക്കാമോ? പറ്റില്ല. കാരണം നമ്മൾ പറഞ്ഞില്ലേ, ഹൈദോ നിഫാസോ അല്ലാത്ത ഇസ്തിഹാദത്ത് സമയത്ത് ഹൈദ് കൊണ്ടും നിഫാസ് കൊണ്ടും ഹറാമാകുന്ന കാര്യങ്ങളൊന്നും ഇസ്തിഹാദത്ത് സമയത്ത് ഹറാമാകില്ല. അപ്പോൾ അത് ഒഴിവാക്കാൻ പറ്റില്ല. ഹൈദിൻ്റെ സമയം കുറഞ്ഞത് എത്ര ദിവസമാണ്? ഹൈദിൻ്റെ സമയം കുറഞ്ഞത് 1 ദിവസം. ഹൈദ് നിഫാസുകാർക്ക് ഹറാമായവൽ 3 എണ്ണം പറയുക. ഖുർആൻ ഓതുക, ഖുർആൻ എഴുതപ്പെട്ടത് ചുമക്കുക, തുടങ്ങുക, നിസ്കരിക്കുക, നോമ്പ് നിൽക്കുക, ഇതൊക്കെ ഹറാമാണ്. ഇനി അലാമത്ത ശരിയും തെറ്റും അടയാളപ്പെടുത്തുക. വസഹീഹ് അൽ ഖത്ത, പിന്നെന്തും അടയാളം സഹിയാണോ ശരിയാണോ തെറ്റാണോ അതും എഴുതുക. നിഫാസിൻ്റെ കൂടിയ സമയം 90 ദിവസം. ശരിയാണോ? അല്ല. അപ്പോൾ എന്ത് ചെയ്യാം? തെറ്റിട്ടെടുക്കുക, ഖത്ത എന്ന് എഴുതുക. എന്നാൽ ഇസ്തിഹാത്ത് ഉള്ളപ്പോൾ നോമ്പ് നോൽക്കാൻ പറ്റുമോ? ഇല്ലേ? പറ്റും. ഇസ്തിഹാത്ത് ഉണ്ടാകുമ്പോൾ ഹറാമില്ലല്ലോ നോമ്പ് നോക്കലും. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യാം? ശരിയിട്ടെടുക്കുക, സഹീഹ് എഴുതുക. പിന്നെ സഹീഹ് എഴുതാം. 8 വയസ്സുള്ള പെൺകുട്ടിയിൽ നിന്ന് വന്ന രക്തം ആകില്ല. 9 വയസ്സോ അല്ലെങ്കിൽ 9 വയസ്സിന് ആകുന്നതിന് 16 ദിവസം മുൻപ് കണ്ടായോ എന്താകുള്ളൂ? ഹൈദാകും. 8 വയസ്സായാൽ ഹൈദാകില്ല. അപ്പോൾ എന്ത് ചെയ്യാം? തെറ്റും. 2 ഹൈദിൻ്റെ ഇടയിൽ കുറഞ്ഞ ശുദ്ധി 15 ദിവസമാണ്. 2 ഹൈദിൻ്റെ ഇടയിൽ കുറഞ്ഞ ശുദ്ധി 15 ദിവസം. ശരിയല്ല, തെറ്റാണ്. 2 ഹൈദിൻ്റെ ഇടയിൽ കുറഞ്ഞ ശുദ്ധി 10 ദിവസം. ഈ പറഞ്ഞത് തെറ്റാണ്. എത്രയാണ്? 15 ദിവസമാണ്. അപ്പോൾ ഇവിടെ തെറ്റിടുമ്പോൾ ഖത്ത് എഴുതണം. ഹൈദുള്ളപ്പോൾ ഖുർആൻ ഓതാൻ പാടില്ല. അത് പാടില്ല. അപ്പോൾ ശരിയാണ്, സഹീഹ് എഴുതാം. വുളൂവിൻ്റെ സുന്നത്തുകൾ ഏതൊക്കെയാണെന്ന് പഠിക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് ഓരോന്നും ശരിയായ രൂപത്തിൽ പഠിക്കണം. വുളൂവിൻ്റെ സുന്നത്തുകൾ. എന്നാൽ ഖിബലയിലേക്ക് തിരിയുക. വുളൂവിൻ്റെ സുന്നത്തിന് ഞാൻ വീട്ടിൽ നിന്ന് കരുതുക. 2 മുൻകൈ ഒന്നിച്ച് കഴുകുന്നതോടൊപ്പം അഊദു ബിസ്മി 2 ഷഹാദത്ത് കലിമ അൽഹംദുലില്ലാഹി അല്ലദീ അൽമാതുഹു എന്നിവ ചൊല്ലുക. മിസ്വാക്ക് ചെയ്യുക. നോമ്പുകാരർക്ക് ഉച്ചയ്ക്ക് ശേഷം മിസ്വാക്ക് ചെയ്യൽ കറാഹത്താണ്. അതെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. വായിൽ വെള്ളം കുപ്പിക്കുക. അതോടൊപ്പം മൂക്കിൽ വെള്ളം കയറ്റി പുറത്തേക്ക് കളയുകയും ചെയ്യുക. അവ രണ്ടും ഒരേ കോരൽ കൊണ്ടായിരിക്കുക. ഏത് രണ്ടും? വായിൽ വെള്ളം കുപ്പിക്കുകയും അതോടൊപ്പം മൂക്കിൽ വെള്ളം കയറ്റിലും എന്ത് ചെയ്യും? ഒറ്റ കോരൽ കൊണ്ട് രണ്ടും ചെയ്യണമെന്ന്. ഇത് രണ്ടും നോമ്പില്ലാത്തവർ പരമാവധി കൂടുതൽ ചെയ്യുക. ഇത് രണ്ടും നോമ്പില്ലാത്തവർ പരമാവധി കൂടുതൽ ചെയ്യുക. ഇനി അടുത്ത, തിങ്ങിയ താടിയുടെ ഉള്ളിൽ കഴുകുക. കൈകാലുകളിൽ വലത് മുന്തിക്കുക. കൈകാൽ വിരലുകൾ വിടർത്തി കഴുകുക. തല മുഴുവൻ തടവുക. 2 ചെവിയുടെ ഉള്ളും പുറവും ഒന്നിച്ച് തടവുക. അവയവങ്ങൾ ഉരച്ച് കഴുകുക. കൈ, കാൽ, മുഖം എന്നിവ കയറ്റി കഴുകുക. മേൽ പറയപ്പെട്ടവയെല്ലാം 3 തവണ ചെയ്യുക. 3നേക്കാൾ കൂട്ടലും കുറക്കലും കറാഹത്താണ്. തുടർച്ചയായി ചെയ്യുക. മടമ്പ്, വീളക്കുഴി എന്നിവ ശ്രദ്ധിച്ച് കഴുകുക. വുളൂവിൻ്റെ ബാക്കി വെള്ളം അല്പം കുടിക്കുക. ഈ കാര്യങ്ങൾക്ക് എന്താ? സുന്നത്തുകളാണ്. ഇതെല്ലാവരും ശ്രദ്ധിക്കുക. ഇതിൽ നിന്ന് ഏതെങ്കിലും ആയിരിക്കും ചോദിക്കുക. അപ്പോൾ നന്നായി മുഴുവൻ പഠിച്ചാൽ മാത്രമേ നമുക്ക് ഇത്ര എഴുതാൻ കഴിയുള്ളൂ. ഇനി അടുത്ത പേജ് നോക്കി എല്ലാവരും.
അനുബന്ധ സുന്നത്തുകൾ, അതുമായി ബന്ധപ്പെട്ട മറ്റു സുന്നത്തുകൾ. ആവശ്യമില്ലാതെ സംസാരം ഒഴിവാക്കൽ സുന്നത്താണ്. കാരണമില്ലാതെ തോർത്താതിരിക്കുക, കാരണമില്ലെങ്കിൽ തോർത്താതിരിക്കൽ സുന്നത്താണ്. വുളൂഇൻ്റെ ഉടനെ ഖിബലക്ക് മുന്നിട്ട് ഇരു കൈയും കണ്ണും മുകളിലേക്ക് ഉയർത്തി 2 ഷഹാദ് കലിമ ചൊല്ലി അല്ലാഹുമ്മ ജഅൽനി മിനൽ തവ്വാബീൻ തുടങ്ങുന്ന ദുആ ചെയ്യുക. ശേഷം നബിയുടെയും കുടുംബത്തിനും മേൽ സ്വലാത്തും സലാമും ചൊല്ലുക. ഇനി ചോദ്യോത്തരങ്ങൾ. വുളൂ ചെയ്യുമ്പോൾ എവിടേക്ക് മുന്നിടണം? എവിടേക്ക്? അത് ഖിബലയിലേക്ക് മുന്നിടണം. മിസ്വാക്ക് ചെയ്യൽ ഖറാഅത്തിന് ആർക്ക്? എപ്പോൾ? നോമ്പുകാർക്ക് ഉച്ചയ്ക്ക് ശേഷം. വുളൂയിൽ ശ്രദ്ധിച്ച് കഴുകേണ്ടത് എന്തെല്ലാം? എന്തൊക്കെ ഭാഗങ്ങൾ വുളൂ ശ്രദ്ധിച്ച്? പീളക്കുഴി, മറ്റൊന്ന് മടമ്പ്. ഇനി പൂരിപ്പിക്കുക. 2 മുൻകൈ ഒന്നിച്ച് കഴുകുന്നതിനോടൊപ്പം അഊദും ബിസ്മിയും എന്ത് ചെയ്യണം? പിന്നെ 2 ഷഹാദത്ത് കലിമ ഇവിടേക്ക് എന്ത് ചെയ്യണം? ചൊല്ലണം. പിന്നെ വുളൂഇൻ്റെ പിന്നെ അല്ലാഹുമ്മ ജഅൽനി മിനൽ തവ്വാബീൻ എന്ന് ചെയ്യും. വുളൂഇൻ്റെ ഉടനെ ഖിബലക്ക് തിരിഞ്ഞ് ഇരു കൈയും കണ്ണും മുകളിലേക്ക് ഉയർത്തി എന്താ ചൊല്ലേണ്ടത്? 2 ഷഹാദത്ത് കലിമ ചൊല്ലണം. പിന്നെ അല്ലാഹുമ്മ ജഅൽനി മിനൽ തവ്വാബീൻ എന്ന് ദുആ ചെയ്യും. ശേഷം നബിയുടെയും കുടുംബത്തിനും മേൽ സ്വലാത്തും സലാമും ചൊല്ലണം. ഇനി തെറ്റും ശരിയും അടയാളപ്പെടുത്താനാണ്. വുളൂയിൽ മൂക്കിൽ വെള്ളം കയറ്റൽ ഫർളാണ്, ശരിയല്ല, തെറ്റാണ് അല്ലേ? ഖത്താണ്, സുന്നത്താണല്ലോ. പിന്നെ വുളൂഇൻ്റെ അവസാനം ദുആയും 2 ഷഹാദത്തും ചൊല്ലുന്നത് സുന്നത്താണ്, അത് ശരിയാണ്, അപ്പോൾ സ്വഹീഹാണ്. അവയവങ്ങൾ 3 തവണ കഴുകുന്നത് കറാഹത്താണ്, ഇത് തെറ്റാണ്. അവയവങ്ങൾ 3 തവണ കഴുകുക സുന്നത്താണല്ലോ. അപ്പോൾ ഈ 6 പാഠങ്ങളും എല്ലാവരും നന്നായി പഠിക്കുക. അള്ളാഹു എല്ലാവർക്കും നല്ല വിജയം തരട്ടെ.